ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റാ പ്രൊഫൈൽ ഫോട്ടോ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതും A5 എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഇൻസ്റ്റയുടെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ അവരുടെ ഇൻസ്റ്റയുടെ ഹോം പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേറൊരു അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ദുബായ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ഹോം പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിൻട്രസ്റ്റിൽ പോവാം. ബാക്കിലോട്ട് വരികയാണ് ഞാൻ. അപ്പോൾ A4 എങ്ങനെയാണ് A5 രണ്ടെണ്ണം സെറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അത് അറിയാത്തവരും ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിൻട്രസ്റ്റ് എടുത്തു. പിൻട്രസ്റ്റിൽ ഞാനിത് സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഗൂഗിൾ തീമിലുള്ളത് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 മെത്തേഡിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ബെറ്ററായി തോന്നിയെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ടും സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിനനുബന്ധിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ മുകളിൽ കാണാം 3 ഡോട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇമേജ് എന്ന് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. ഡൗൺലോഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷനിലൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അങ്ങനെ കിട്ടാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം. ഇനി നമുക്ക് ക്യാൻവ എടുക്കാം. ക്യാൻവ എടുത്തതിന് ശേഷം മുകളിൽ സെർച്ച് ബാറിൽ A5 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഗ്യാലറിയിൽ പോവുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈസിലോട്ട് ഈ ഒരു പിക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് വലിക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ താഴെയുള്ളതൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ പേജിൽ ഒതുങ്ങുന്ന രീതിയിൽ സെൻറ്ററിലായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്കതങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. ബ്ലാക്ക് വേറെയുള്ള കളറൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുന്ന അറിയുള്ളൂ. വീണ്ടും ഞാൻ ഗാലറിയിൽ പോയിട്ട് നമ്മൾ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടുള്ള ഇൻസ്റ്റ ഹോം പേജും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് താഴെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് T എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവാം. ആഡ് ഹെഡിങ്ങിൽ പോകുക. അവിടെ നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ മം എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റ ID അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എന്താണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഇൻസ്റ്റ ID നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ചെറുതാക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഗൂഗിളിൽ നിന്ന് എഴുതിയതിൻ്റെ താഴെ ഉണ്ടല്ലോ ഒരു സെർച്ചിൻ്റെ ചിഹ്നം, ആ ഒരു ഭാഗത്താണ് നമുക്ക് കൊണ്ടുപോയി വെക്കേണ്ടത്. ചെറുതാക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്പേസുള്ളിടത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടുത്തെ സ്പേസിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് ഇപ്പോൾ ഓൾറെഡി ക്ലിക്കിലാണ് നിൽക്കുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഫോണ്ടിൽ പോവാം. നിങ്ങൾക്ക് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3 ഒന്ന് നോക്കുന്നുണ്ട് ഏതാണ് ഈ ഒരു ഇതിലേക്ക് ഭംഗിയെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇത് വീണ്ടും ഞാൻ ഗാലറിയിൽ പോയിട്ട് ഡൗൺലോഡിലാണ് പോകുന്നത്. ഡൗൺലോഡ് ഞാൻ കുറേ മുന്നേ ഒരു ഇൻസ്റ്റൻ്റെ ലോഗോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. അതൊരു വേറൊരു ഇൻസ്റ്റ അക്കൗണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ നെയിം ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് കളഞ്ഞു. ഈ ഒരു ലോഗോ മാത്രം ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 മറ്റേ സൈഡിൽ 2 വെച്ച് കൊടുക്കുന്നത്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് 2 ഭാഗത്തും ഇങ്ങനെ സ്പേസ് കണ്ടപ്പോൾ കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഏതും ഇല്ലാതെയും ഉള്ള പോലെ എങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഭാഗത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് താഴെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റായി നിൽക്കുന്ന അതൊന്നും ഡൗൺ ആക്കാനായിട്ട് പറ്റും. ഒരു മങ്ങിയ പോലെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും ക്യാൻവയിൽ A5 ഡോക്യുമെൻ്റ് ബ്ലാങ്ക് പേജ് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്യാലറിയിൽ പോയിട്ട് വീണ്ടും ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റൻ്റെ ഹോം പേജിന് സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ആ ഒരു മുകളിൽ കാണുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ എന്നുള്ളതും പിന്നെ താഴെയുള്ള ആ ഫോണിൻ്റെ ബാക്ക് സ്പേസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് കളഞ്ഞു. ഈ ഒരു ഭാഗം മാത്രം നമുക്ക് മതി. അപ്പോൾ അത് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗവും കുറച്ച് സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് താഴെ എലമെൻറ്റ്സ് പ്ലസ്സിൽ പോവുക, എലമെൻറ്റ്സിൽ പോവുക, മുകളിൽ സെർച്ച് ബാറിൽ ഇൻസ്റ്റഗ്രാം ലോഗോ അങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോഗോ എന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെ എലമെൻറ്റ്സിൽ പോയിട്ടല്ല ഇൻസ്റ്റയുടെ ലോഗോ എടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി എൻ്റെ ആ ഒരു ഡൗൺലോഡ് ഓപ്ഷനിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എലമെൻറ്റ്സിൽ പോയാലും നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഭാഗം കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസിയും കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ A4 ഇത് രണ്ടും സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്യാൻവ ഓപ്പൺ ചെയ്യാം. അതിൽ സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചല്ലോ A5 രണ്ടെണ്ണം, അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, രണ്ടും ഒരുമിച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പേജിൽ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ A4 രണ്ട് A5 സെറ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ കട്ടായി പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പകുതിയാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് സേവ് ആകും. പിന്നെ പ്രിൻ്റ് എടുക്കേണ്ട പണിയാണ്. ലേസർ പ്രിൻ്റാണ് ഞാൻ എല്ലാതും ചെയ്യാറുള്ളത്. പിന്നെ ഷീറ്റ് അതായത് പേപ്പർ മാറും. തിക്നെസ് കുറഞ്ഞതും കൂടിയതും നമ്മുടെ ഇതിന് അനുസരിച്ചും. പിന്നെ അവിടെ ഷോപ്പിൽ ചിലപ്പോൾ തിക്നെസ് ഉള്ളതുണ്ടാവില്ല, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ഉള്ളതുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനലിനെ സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞാൽ ഞാൻ ടൈം പോലെ അതിനനുസരിച്ച് വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ടാറ്റാ.